നിങ്ങൾക്ക് പിഴച്ചു പോയിട്ടുണ്ട് സലഫികളെ. ഓഫീസിൽ കുത്തി പണയം വെക്കാത്തവർ ചിന്തിക്കുക. യോജിച്ച് നീങ്ങണമെന്ന് പറയുന്നു. യോജിച്ച് നീങ്ങണം. യോജിച്ച് നീങ്ങണമെന്നാണ് പറയുന്നത്. യോജിച്ച് നീങ്ങുക തന്നെയാണ് വേണ്ടത്. നിങ്ങളുടെ നാട്ടുകാരനായ ഇ.ടി. മുഹമ്മദ് ബഷീർ സാഹിബ് ഈ കഴിഞ്ഞ പട്ടിക്കാട് ജാമിഅ നൂരിയയുടെ സമ്മേളനത്തിൽ ഞാനും അദ്ദേഹം ഒരു വേദിയിലാണ് പ്രസംഗിക്കുന്നത്. ബഷീർ സാഹിബ് പ്രസംഗിച്ചിട്ട് എന്റെ പ്രസംഗം അത് നല്ല മനോഹരമായ പ്രസംഗം നടത്തി. സന്തോഷം. ആ പ്രസംഗത്തിൽ പറഞ്ഞു, മുസ്ലിമീങ്ങൾ യോജിച്ചു നീങ്ങണം. നിങ്ങൾ ഇളമളത്തുകാരാണല്ലോ, യോജിച്ചു തന്നെയാണ് നീങ്ങുന്നത്. പക്ഷേ ആരോടാണ് യോജിക്കേണ്ടത്? യോജിക്കേണ്ടത് മുഖ്യമന്ത്രി. ഞാനും പറയുന്നത് യോജിച്ച് തന്നെയാണ് നീങ്ങേണ്ടത് തന്നെയാണ് ഞാനും പറയേണ്ടത്. പക്ഷെ ആരോടാണ് യോജിച്ച് നീങ്ങേണ്ടത്? ഇവിടെ സുപ്രഭാതത്തിൽ ഒരു പോസ്റ്റ് ഇട്ടു. ബഹുമാനപ്പെട്ട മഹാനായ കണ്യത്ത് ഉസ്താദിന്റെ മഖ്ബറ സിയാറത്ത് നടത്തി അതിന്റെ 1-ാം ദിവസം ജിഫ്രി മുത്തുബൈത്തങ്ങൾ അതെ ഫേസ്ബുക്കിൽ ചിന്തിക്കും. മുഹമ്മദ് ഷിഹാബ് എന്ന ചെറുപ്പക്കാരൻ ഫേസ്ബുക്കിലിട്ടു. ആ ജിഫ്രി മുത്തുബൈത്തങ്ങൾ ബഹുമാനപ്പെട്ട കണ്യത്ത് ഉസ്താദിന്റെ മഖ്ബറയുടെ ആ ഉറൂസിനോടനുബന്ധിച്ച് മഖ്ബറ സിയാറത്ത് നടത്തുകയാണ് ബഹുമാനപ്പെട്ട ഇപ്പോൾ സമസ്തയുടെ പ്രസിഡന്റും അന്ന് സമസ്തയുടെ ട്രഷറുമായിരുന്ന ബഹുമാനപ്പെട്ട മഹാനായ സയ്യിദ് ജിഫ്രി മുത്തുബൈത്തങ്ങൾ. കേരളത്തിലെ സാധാരണ കൂട്ടത്തില് ഇന്ന് ജീവിക്കുന്ന തലക്കണ്ണുകളിൽപ്പെട്ട ഒരു മഹാൻ. നിങ്ങളെ ചിന്തിക്കണം. ഇത് നിങ്ങളെല്ലാവരും ഇന്നിട്ട് ചിന്തിക്കണം. ഞാൻ ബഷീർ സാഹിബ് അടക്കമുള്ള ചിന്തിക്കാൻ വേണ്ടിയാണ് ഇത് പറയുന്നത്. ഒക്കെ നമ്മളൊക്കെ ഒന്ന് തന്നെയാണ്. പക്ഷേ നമ്മളിപ്പോ എന്താണ് നമ്മൾ ആയത്? എന്താണ് നമ്മൾ ആരോടൊക്കെ നമ്മൾ യോജിക്കേണ്ടത്? അതിന് കേന്നും ഇളമരം യൂണിറ്റ് തിരിച്ചിട്ട ഒരു ഫേസ്ബുക്കിലെ ഒരു പോസ്റ്റാണ്. തിരിച്ചിട്ടതാണ് ഞാൻ വായിക്കുന്നത്. ജൂതന്മാരുടെ ആശയാദർശങ്ങൾ ഉടുക്കാനും പുതക്കാനും ഉപയോഗിക്കുന്ന പ്രാകൃത വർഗമാണ് സമസ്ത പാതിരികളായ മൊല്ലാക്കന്മാർ. ആദ്യത്തെ സെന്റൻസ്. ജൂതന്മാരുടെ ആശയാദർശങ്ങൾ ഉടുക്കാനും പുതക്കാനും ഉപയോഗിക്കുന്ന പ്രാകൃത വർഗമാണ് സമസ്ത പാതിരികളായ മൊല്ലാക്കന്മാർ. ആദ്യത്തെ സെന്റൻസ്. ഈ 2-ാമത്തെ സെന്റൻസ്. ഇസ്ലാം ദീനിനെ ഇത്ര കണ്ട് പരിഹസിക്കുകയും നിന്ദിക്കുകയും ചെയ്യുന്ന വേറെ ഒരു അന്തം കമ്മി കൗമ് വേറെ കാണില്ല. ഇസ്ലാം ദീനിനെ ഇത്ര കണ്ട് സമസ്തയെ പോലെ സമസ്തക്കാരെ പോലെ. നിങ്ങൾക്ക് മനസ്സിലാൻ ബയാൻ ചെയ്യുന്നില്ല, നിങ്ങൾക്ക് മനസ്സിലാവില്ല. മലയാളമാണ്. ഇസ്ലാം ദീനിനെ ഇത്ര കണ്ട് പരിഹസിക്കുകയും നിന്ദിക്കുകയും ചെയ്യുന്ന വേറെ ഒരു അന്തം കമ്മി കൗമ് വേറെ കാണില്ല. 2-ാം സെന്റൻസ്. 3-ാമത്തെ സെന്റൻസ് കേട്ടോ. നടുറോട്ടിലെ ഉയർന്നു നിൽക്കുന്ന ഹമ്പ് കണ്ടാൽ പോലും അവിടെ കുമ്പിട്ട് നക്കി തുടക്കുന്ന ശവപൂജകരാണ് സമസ്ത മതക്കാർ. 3-ാമത്തെ സെന്റൻസ്. നമ്മൾ യോജിക്കേണ്ട ആളുകളെ പറ്റിയാണ് ഈ പറയുന്നത്. നമ്മൾ ഒരുപാട് നമുക്ക് യോജിക്കേണ്ടത്. ആയിക്കോട്ടെ, യോജിക്കുക. നടു റോഡിലെ ഉയർന്നു നിൽക്കുന്ന ഹമ്പ് കണ്ടാൽ പോലും ഇതൊക്കെ നമ്മൾ ചിന്തിക്കണം. എന്നാൽ ഇത് ഇതെന്ന് ചിന്തിക്കണം. നമ്മളെല്ലാവരും യോജിച്ച് തന്നെ പോകേണ്ടത്. യോജിച്ച് പോകാൻ വേണ്ടിയിട്ട് പരമാവധി ഒരുമിച്ച് നിൽക്കാൻ വേണ്ടി, സമുദായ നന്മക്ക് വേണ്ടി എല്ലാവരും ഒന്നിച്ച് നിൽക്കണമെന്ന് നമ്മൾ പറയുന്ന ആ സന്ദർഭത്തിൽ ഇവിടെ നടക്കുന്ന നമ്മുടെ സ്വന്തം നാട്ടുകാരെ കഥ പറയുന്നത്. നടു റോഡിലെ ഉയർന്നു നിൽക്കുന്ന ഹമ്പ് കണ്ടാൽ പോലും അവിടെ കുമ്പിട്ട് നക്കി തുടക്കുന്ന ശവപൂജകരാണ് സമസ്ത മതക്കാർ. 4-ാമത്തെ സെന്റൻസ് ഇനി കേട്ടോ. ശവങ്ങളെ ഇത്ര കണ്ട് പൂജിച്ച് ആരാധിക്കുന്ന വേറൊരു വർഗം ജൂതന്മാരും ഷിയാക്കളും പിന്നെ സമസ്ത മതക്കാരും ആയിരിക്കും. ശവങ്ങളെ
ശവങ്ങളെ ഇത്ര കണ്ട് പൂജിച്ച് ആരാധിക്കുന്ന വേറൊരു വർഗം. നമ്മൾ ശവങ്ങളെ പൂജിക്കുന്നവരും ആരാധിക്കുന്നവരാണ്. ഒരു അള്ളാഹനെ ആരാധിക്കുന്നവരും നമ്മൾ ശവങ്ങളെ ആരാധിക്കുന്നവരാണ് സമസ്തക്കാർ. ശവങ്ങളെ ഇത്ര കണ്ട് പൂജിച്ച് ആരാധിക്കുന്ന വേറൊരു വർഗം ജൂതന്മാരും ഷിയാക്കളും പിന്നെ സമസ്ത മതക്കാരും ആയിരിക്കും. അപ്പൊ നമ്മൾ രണ്ട് മതമാണ് എന്നാണ് പറയുന്നത്. അവര് വേറെ മതം, നമ്മൾ വേറെ മതം. ഇനി അഞ്ചാമത്തെ സെന്റൻസ്. എളമരം കേന്നം എളമരം ശാഖത്ത പോസ്റ്റാണത്. ഇതിന് മറുപടി പറയുന്നത് ഇങ്ങനെയല്ല. ഞങ്ങൾ മറുപടി പറയുന്നത് ഞങ്ങളുടെ ഞങ്ങളുടെ ഒരു മര്യാദയാണ്. ചിന്തിക്കണം. ഞങ്ങൾക്കതിന്റെ പണി അറിയാം. നിങ്ങളെ മൊത്തം പൊക്കാൻ ഞങ്ങൾക്കറിയാം. പൊക്കേണ്ട ആവശ്യമല്ല. ആൺകുട്ടികൾ പൊക്കും. പിന്നെ എന്താണ് ഞങ്ങൾ പരമാവധി ക്ഷമിക്കണം. അങ്ങനെയാണല്ലോ വേണ്ടത്. ഈ അടുത്ത സെന്റൻസ് കേട്ടോ. വരക്കൽ മുല്ലക്കോയ എന്ന ജൂതനായ താന്തോന്നി ചെറ്റയാണ് സമസ്ത മതം രൂപീകരിച്ചത്. ഇതാണ് അതിന്റെ കേന്ദ്രം. ഇവരോടാണ് അത് യോജിക്കുന്നത്. ഈ നാട്ടിൽ ബജറങ്ങളുണ്ട്, RSS ഉണ്ട്. ഇന്ന് വരെ ഒരു മുസ്ലിമാനെ പറ്റി ഇങ്ങനത്തെ ഒരു വാക്ക് എഴുതിയിട്ട് നാട്ടിലാകെ യോജിക്കാൻ വേണ്ടി ഒരു കുപ്പായിട്ടും ഒരു പ്രസംഗിക്കുക. വരക്കൽ മുല്ലക്കോയ തങ്ങളില്ല. വരക്കൽ മുല്ലക്കോയ എന്ന ജൂതനായ താന്തോണി ചെറ്റയാണ് സമസ്ത മതം രൂപീകരിച്ചത്. ശവപൂജയും മരം, കല്ല്, കാഞ്ഞിരക്കുട്ടി, സർപ്പങ്ങൾ എന്നിവയെല്ലാം സമസ്ത മതക്കാരാൽ ആരാധിക്കപ്പെടുന്നുണ്ട്. അടുത്ത സെന്റൻസ് കേട്ടോ. ഓച്ചിറയിലെ ദാമോദരം മുതൽ മുനമ്പത്തെ ഊരും പേരും ഇല്ലാത്ത തേവിടിശി ചേച്ചി വരെ ഈ മതക്കാരുടെ പ്രധാന ആരാധനാ മൂർത്തികളാണ്. സംസ്കാരങ്ങൾ കേട്ടോണ്ടല്ല, സംസ്കാരങ്ങൾ എളമരം കേന്നമിന്റെ സംസ്കാരങ്ങൾ കേട്ടു. ഓച്ചിറയിലെ ദാമോദരം മുതൽ മുനമ്പത്തെ ഊരും പേരുമില്ലാത്ത തേവിടിശി ചേച്ചി വരെ ഈ മതക്കാരുടെ പ്രധാന ആരാധന മൂർത്തികളാണ്. അടുത്ത സെന്റൻസ്. ഇസ്ലാമുമായി യാതൊരു ബന്ധവുമില്ലാത്ത കുറെ തലേക്കെട്ട് കെട്ടിയ ജീവനുള്ളതും ചത്തതുമായ കുറെ കാക്കമാരാണ് ഇവരുടെ നേതാക്കന്മാരായി വാഴ്ത്തപ്പെടുന്നത്. പച്ചയായ ശിർക്കും ബിദഅത്തും ഖുറാഫാത്തും ചെയ്ത് ചത്തി കഴിഞ്ഞാൽ പിന്നെ കുത്തുബുൽ ആലം സിയം വരെയുള്ള പച്ചയായ ശിർക്കും ബിദഅത്തും ഖുറാഫാത്തും ചെയ്ത് ചത്തി കഴിഞ്ഞാൽ പിന്നെ കുത്തുബുൽ ആലം റഈസുൽ മുഹഖിഖും ആരാ റഈസുൽ മുഹഖിഖ്? കേനമേലെ ഞങ്ങൾ പണി തന്നു. ഇപ്പൊ ഞാൻ നിങ്ങളെ പോലെ അവിടെ എവിടുന്നാണ് ഞങ്ങൾ ദീപസ്? ഒരു മുസ്ലിമായ മനുഷ്യൻ നാടിന്റെ ഏറ്റവും വലിയ ആര്യമാണ്. 93 വർഷങ്ങൾ നാട്ടിലെ മനുഷ്യനാണ്. 93ാമത്തെ വയസ്സിലാണ് മനുഷ്യൻ. പച്ചയായ ശിർക്കും ബിദഅത്തും ഖുറാഫാത്തും ചെയ്ത് ചത്തു കഴിഞ്ഞാൽ പിന്നെ ഖുത്ബുൽ ആലവും റഈസുൽ മുഹഖിഖും ആലിമുൽ അല്ലാമയുമായി വാഴ്ത്തപ്പെടുന്ന സമസ്ത മതക്കാർ ഇത്തരം പരനാളികൾ സ്വർഗസ്ഥരാണെന്ന് പറഞ്ഞ് പരത്തി കബർ പൊട്ടി കെട്ടിപ്പൊക്കി പൂജ തുടങ്ങും. പരനാളികൾ അവരെ കബർ പൊട്ടി പൂജിക്കുന്നത് ആര്? ബഹുമാനപ്പെട്ട മഹാനായ ജിഫ്രി മൂത്തക്കുളത്തങ്ങൾ. ആരാ പൂജിക്കുന്നത്?
മഹാനായ ഈമാൻ ഉണ്ടെങ്കിൽ മനുഷ്യന്മാരെ എന്ന് പോന്നാളെ ഇത് നിങ്ങൾ മനസ്സിലാക്കാൻ കേനം എന്താണെന്ന് മനസ്സിലാക്കാൻ ബുദ്ധിയുള്ള ഇളമത്ത് കേട്ടാല് നിങ്ങൾക്ക് പടച്ചടം വരാൻ നമ്മൾ തോഫിക്കണം. ഇത് നിങ്ങൾക്ക് മാത്രമല്ല, ദുനിയാവിൽ ആരൊക്കെ ഖിയാമത്ത് നാൾ വരെ ഉണ്ടാവർക്കൊക്കെ എന്താണ് കേനമെന്ന് ഇന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇത്തരം പച്ചയായ ശിർക്കും വിരാട്ടും ഖുറാഫാത്തും ചെയ്ത് ചത്തു കഴിഞ്ഞാൽ പിന്നെ കുത്തുബുൽ ആലവും റയീസുൽ മുഹഖിഖും ആലിമുൽ അല്ലാമയുമായി വാഴ്ത്തപ്പെടുന്ന സമസ്ത മതക്കാർ ഇത്തരം പല നാളികൾ സ്വർഗസ്ഥരാണെന്ന് പറഞ്ഞ് പരത്തി ഖബർ പൊട്ടി പൂജ തുടങ്ങും. ഇത്തരം ശിർക്കന്മാരും വിരായുമാണ് സമസ്ത മതക്കാരുടെ നട്ടെല്ല്. ഇത്തരം ആൾക്കൂട്ടത്തിന് സമസ്ത ഇസ്ലാമുമായോ പ്രവാചകനുമായോ യാതൊരു ബന്ധവും ഇല്ലെന്ന് മാത്രമല്ല, ബന്ധമുണ്ടോ എന്ന് സംശയിക്കുന്നവർ നരകത്തിന്റെ അടിത്തട്ടിൽ സ്ഥിരവാസികളായിരിക്കും. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതായത് ഇത്തരം ആൾക്കൂട്ടത്തിന് ഇസ്ലാമുമായോ പ്രവാചകന്മാരുമായോ യാതൊരു ബന്ധവും ഇല്ലെന്ന് മാത്രമല്ല, ബന്ധമുണ്ട്, സമസ്തക്ക് ഇസ്ലാമുമായി ബന്ധമുണ്ട് എന്ന് സംശയിച്ചാൽ നരകത്തിന്റെ അടിത്തട്ടിലായിരിക്കും. നമുക്ക് തുടങ്ങാം ഐക്യം. മനുഷ്യന്മാരെ വളരെ ചിന്തിക്കണം. നിങ്ങളെ പറ്റി മനസ്സിലാക്കാൻ ഒന്നും പറയണ്ടേയില്ല. കേന്ദ്രവാര നിങ്ങൾക്ക് എന്നെ പറ്റി മനസ്സിലാക്കാൻ ഏറ്റവും വലിയ ഉദാഹരണമാണത്. ഇനിയും നിനക്ക് ആ പാളയത്തിലും ഓഫീസിലുമാണ് നിന്റെ വാസമെങ്കിൽ എടാ പടച്ച തമ്പുരാന്റെ സുഖം കഴിയാൻ കഴിയില്ല. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അള്ളാഹു ഞാമത്ത് ചെയ്ത മനുഷ്യന്മാര് എന്താണ് മനുഷ്യന്മാര് നിങ്ങളെ ചിന്തിക്കണം. ഇതൊരു മനുഷ്യൻ ചെയ്തതല്ല, ഇതൊരു സമൂഹത്തിന്റെ ചിന്താധാരയാണ്. 980 ഇതേ നിങ്ങൾ അൽമനാറിൽ എഴുതി മഹാനായ ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളെ പറ്റി. യാതൊന്ന് കാണുவது നാരായണ പ്രതിമ, യാതൊന്ന് കേൾക്കുவது നാരായണ സുനിമ, യാതൊന്ന് ചൊല്ലുவது നാരായണ എന്ന ചിന്ത ശൈഖിന്റെ മനസ്സിൽ സ്ഥാനം പിടിച്ചു. ഇതായിരുന്നു 1980 നിങ്ങൾ അൽമനാറിൽ എഴുതി. ആരെപ്പറ്റി എഴുതി? മഹാനായ ലോകത്തിന്റെ വെളിച്ചമായി ഈ പോകട്ടെ ചങ്ങാടി, ലോകത്തെ ഒരു സമൂഹം അംഗീകരിക്കുന്ന മുസ്ലിം ഉമ്മത്തിന്റെ നേതാവ് മഹാനായ ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. അപ്പോൾ നിങ്ങൾ ആദ്യത്തെ പണിയല്ല, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം. യാതൊന്ന് കാണുவது നാരായണ പ്രതിമ, യാതൊന്ന് കേൾക്കുவது നാരായണ സുനിമ, യാതൊന്ന് ചൊല്ലുவது നാരായണ.